ഒരു ഹിന്ദി അറിയാത്തത് കൊണ്ട്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുള്ള പോലെ തന്നെ 5th സെം എക്സാമിൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഫുൾ ഡേ ഒന്നുമില്ല, ഞാൻ പറ്റുന്ന പോലെ മാത്രമേ എൻ്റെ ഡേ എടുത്തിട്ടുള്ളൂ, പകുതി വരെ ഉള്ളൂ. അതായത് എക്സാം പോകുന്നു, എക്സാം കഴിയുന്നു, അത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോയ്ക്കകത്ത്. അപ്പോൾ നമുക്ക് 2 എക്സാം ആണുള്ളത്. ഫസ്റ്റ് എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് ആണ്. പിന്നെ എക്സാം വരികയെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഗ്യാപ്പ് വിട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് ജൂൺ 24-ാം തീയതി ആണ് കേട്ടോ എൻ്റെ ഫസ്റ്റ് എക്സാം വരുന്നത്. അപ്പോൾ രാവിലെ പോകുന്നതിന് മുന്നേ തന്നെ നമ്മളാണെങ്കിൽ യൂണിഫോം ഒക്കെ ഒന്ന് തേച്ചുള്ള സുന്ദര കുട്ടപ്പിയായിട്ടാണ് പോകുന്നത്. നോക്കി ഗൈസ്, അങ്ങനെ യൂണിഫോമിന്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ചൊന്ന് റെഡി ആവാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് സൺസ്ക്രീൻ ഇടുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പഠിക്കാതിരിക്കുകയാണ്. മീൻസ് പഠിക്കാൻ ഇൻ ദ സെൻസ് നമ്മൾ കുറച്ചൊന്ന് നോക്കാം. ഞാൻ ഫുള്ള് പ്രിപ്പയർഡ് അല്ല ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട്, ജസ്റ്റ് രാവിലെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് നോക്കണം നമുക്ക്. ഗൈസ്, എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് എനിക്ക് കുറച്ച് മരുന്നൊക്കെ കഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ച് മീൻസ് ആഹാരത്തിന് മുന്നേ ഗുളിക്കായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ചിട്ട് നമുക്ക് ഇരിക്കാമെന്ന് കരുതി ഞാനതൊക്കെ കഴിക്കുകയായിരുന്നു. അപ്പോൾ മറന്നു പോകണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ഇന്നലെ തന്നെ ടെക്സ്റ്റിനകത്താണെങ്കിൽ എൻ്റെ ഹോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും സെറ്റാക്കി വെച്ചേക്കാന്ന്. ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നലെ കിടന്നതൊക്കെ. അപ്പോൾ രാവിലെ എണ്ണീറ്റ് ജസ്റ്റ് ഞാൻ അതൊക്കെ നോക്കി എല്ലാം ഓക്കെ അല്ലേ എന്നൊക്കെ നോക്കി. അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ടാണ് പഠിക്കാതിരുന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്ക് വയ്യായിരുന്നു. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ഛർദിലായിരുന്നു. അപ്പോൾ വെറുതെ ഇനി എക്സ്ട്രാ ആയിട്ടൊരു റിസ്ക് എടുക്കണമെന്ന് എഴുതിയിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് എഴുതിയിട്ട് ഞാൻ ബണ്ണായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ബണ്ണെടുത്ത് ഞാൻ ബണ്ണ് തീർന്നു അല്ലാതൊന്നും പഠിച്ചു കഴിഞ്ഞിട്ടില്ല. ഞാൻ പിന്നെ കുറേ നേരം പേജൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് എന്തെല്ലോ ഹെഡിങ് മാത്രം നോക്കി വിട്ടു. അത്ര മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അത്രയുള്ള സമയമുള്ളൂ നമുക്ക്. അപ്പോൾ പിന്നെ ബണ്ണ് തീർന്നു, പക്ഷേ ടോപ്പിക്കൊന്നും നമുക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. നമുക്ക് ആക്ച്വലി 9 മണിക്കാണ് എക്സാം തുടങ്ങുന്നതെങ്കിലും 8:30 ആകുമ്പോൾ നമ്മളെ ഹോളിൽ കയറ്റും. അപ്പോൾ നമ്മളൊരു നമ്മുടെ സൗകര്യം അനുസരിച്ച് ഒരു 7:45 കഴിയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് നമ്മൾ അവിടെ പോയിരുന്നിട്ട് ബാക്കി നോക്കാമെന്ന് കരുതിയിട്ട് നമ്മളിവിടെ നിന്ന് ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു പഠിപ്പിയാണ് അടുത്ത എന്നെ മോനെ പഠിച്ചോ? ഇതിന്റെ മോനെ നെറ്റിക്കൊക്കെ എല്ലാരും നിന്നോട്ടെ. ഞാൻ പഠിച്ചിട്ടുള്ളതൊന്നും എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ശരിയൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ ഇന്നലെ ഞങ്ങൾ ഇരുന്നയാ. ഇന്നലെ ഞാനും ഇന്നലെ എഴുതിയിരുന്നത്. ശരിയൊന്നും എന്ന് പറഞ്ഞാൽ വാട്ടർ പ്യൂരിഫൈ ചെയ്യുന്നതിനാണ് വാട്ടർ പ്യൂരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ലാർജ് സ്കെയിലുണ്ട്, സ്മോൾ സ്കെയിലും ഉണ്ട്. അതായത് ബയോളജിക്കലും മെക്കാനിക്കലും അത്രയൊക്കെ മതി. ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ മറ്റേ ഫിൽട്ടർ ചെയ്യുന്ന വാട്ടർ, അതൊന്നും എനിക്കറിയാം. എക്സാം ഹോൾ അവിടാണ്. That's what this fellow is doing. മറ്റേ പോസ്റ്റ് ഗ്രാജുവേറ്റിന്റെ വലിയൊരു ഇൻഫെക്ഷൻ ആയിരുന്നു. എന്നെ മുതലിയാറ് എടി ഹെൽമെറ്റ് എന്തുവായിരുന്നു? ഞാൻ എഴുതിയ മറ്റേ വരയുടെ ആയിരുന്നു. ഫീമെയിൽ ഫീറ്റിസൈഡ് ഇന്ത്യൻ സീരിയലിന്റെ ഒരു കഥ തന്നെ എഴുതിയിട്ടുണ്ട്. ഞാൻ ഓർത്തില്ല, നീ പഠിപ്പിച്ചല്ലേ എന്നെ? എന്നോട് പറഞ്ഞില്ല എക്കോസിസ്റ്റം ചോദിക്കുമെന്ന്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എക്കോസിസ്റ്റം. I told her first question with ecosystem. Ecosystem ചോദിച്ചു. ഫീമെയിൽ എന്ന് കണ്ടിട്ട് ഞാൻ എഴുതിയത് മോസ്കിറ്റാണ്. ഗൈസ്, ക്വസ്റ്റ്യൻ പേപ്പർ പൊതുവെ എളുപ്പമായിരുന്നു, പക്ഷെ ഞാൻ എഴുതിയില്ല. പാടായിരുന്നു ബിക്കോസ് പഠിച്ചിട്ടില്ല. സിമ്പിൾ ആയിരുന്നു ഗൈസ്, സിമ്പിൾ എക്സാം. ഇവര് വെറുതെ കള പറയുന്ന റിസൾട്ട് എനിക്ക് ഇതൊക്കെ മാറും കേട്ടോ. ഇവന് മാറും, എനിക്ക് മാറൂല. ഒരു ക്വസ്റ്റ്യന് ഞാൻ ക്വസ്റ്റ്യൻ പോലും ബന്ധമില്ലാത്ത കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അവര് തന്നെ വിചാരിക്കും ഇതൊന്നും മന്ദബുദ്ധിയാണ്. ഞാൻ എല്ലാത്തിനകത്ത് റോൾ ഓഫ് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സ്, എല്ലാവർക്കും റോള് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഓക്കെ, സോ എക്സാമിനെ കുറിച്ച് ഇനി എക്സാമിന് പറയാം. ക്വസ്റ്റ്യൻ പേപ്പർ എളുപ്പമായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് ഒരു ഹിന്ദി അറിയാത്തത് കൊണ്ട് ഞങ്ങളൊന്നും എഴുതിയിട്ടില്ല.
അപ്പൊ ഇനി പുറത്ത് പോകണം. ബൈ ബൈ. എനിക്ക് ഭയങ്കര വയറുവേദന ഉണ്ടായിരുന്നു. ഞാൻ എക്സാം പോയത് കിട്ടിട്ട് പോകുന്നത്. അല്ല, പക്ഷേ ഇവിടുത്തെ കോമഡി എന്താണെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിൽ എക്സാമിൻ്റെ തലേന്ന്, അല്ലെങ്കിൽ എക്സാമിന് തൊട്ട് മുന്നേ, അല്ലെങ്കിൽ എക്സാം ഹോളിൽ കയറി കഴിയുമ്പോൾ, അല്ലെങ്കിൽ പേപ്പർ കിട്ടുമ്പോഴെങ്കിലും ഒരു ഇച്ചിരി പേടി. അതെന്ന് പറയുന്ന സാധനം ഞങ്ങൾക്കില്ല. സത്യം പറഞ്ഞ ഇത്തവണ ഞാൻ ഒരുമാതിരി സെഷണൽ എക്സാം ഒക്കെ എഴുതുന്ന ലാഘവത്തോടെയാണ് ഞാൻ ഇത്തവണ സെം എക്സാം എഴുതിയത്. കാരണം ഞാൻ സെം എക്സാം എഴുതിയിട്ട് മടുത്തു. എനിക്ക് താല്പര്യമില്ല ഇപ്പം എഴുതാൻ. കുറെ കഴിയുമ്പോൾ എനിക്കും മടുത്തു. എനിക്ക് എഴുതാനേ തോന്നിയില്ല. അത് ഞാനാണെങ്കിൽ എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ പേന കുറച്ചേരം താഴ്ത്തി വെച്ചിട്ട് നിങ്ങളെയൊക്കെ നോക്കിയിരുന്നു. ഇനി വാ, നടന്നു വാ. നടന്ന് ആ ശരി. പുറത്തുണ്ട് #, മറ്റേ പുലിക്കയുടെ അവിടെ ഉണ്ടാവും. ആ ജാന ഒന്നുകൂടെ പാട്ട്. അതെ, ഞാനില്ല എന്തായാലും പാസ്സാകുമ്പോ. ഇനി സീറ്റിക്ക് കുറച്ച് വെള്ളം കുടിക്കാം ഗൈസ്. അപ്പൊ ഇനി സീറ്റ് തുടങ്ങും. ഇതാണ് എന്ത്, ഞാൻ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. ഇവളുണ്ടായി. ഇവളെ കൂടെയാണ് ഞാൻ പഠിക്കുന്നത്. ഞാനും പഠിക്കും, എന്റെ കേൾപ്പിയും പഠിക്കും. അയ്യോ, സൂപ്പർ എക്സാം. നമുക്കിനി ഫ്രൂട്ട്സ് മേടിക്കാൻ പോവാം. പോവാം. നീ ചോറ് തന്നാ ഞാൻ ഫ്രൂട്ട്സ് തിന്നും. ഫ്രൂട്ട്സ് വിത്ത് ബൺ, ബിക്കോസ് ഐ ആം നോട്ട് ഫീലിംഗ് വെൽ. സോ വാട്ട്, ഐ ഡോണ്ട് കെയർ. ഐ വാണ്ട് ചോറ്. അപ്പോൾ ഗൈസ്, അത്രേ ഉള്ളായിരുന്നു നമ്മുടെ ഒരു എക്സാം ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് വീഡിയോസ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ നേരെ ഹോസ്റ്റലിലേക്ക് പോയിട്ട് നമ്മൾ പിന്നെ നെക്സ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആക്കുന്നതായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.